യെസ്, അങ്ങനെ നമുക്ക് ഇന്നത്തെ മാൻ സ്പെഷ്യലാണ് പറഞ്ഞേക്കണത്. അതാണ് ലൈക്ക് ദ പേജ്, സബ്സ്ക്രൈബ് ടു ദ പേജ്. എന്താ പേജിന്റെ പേര്? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഒരു സൂപ്പർ ഫാമിലി. അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യമായിട്ട് ഒരു സോളോ ട്രിപ്പ് പോവുകയാണ്, എക്സൈറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ടപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിൽ. എക്സൈറ്റഡ് എന്ന് പകരം ഞാൻ എക്സിറ്റഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇട്ടത്. അത് പിന്നെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കൂടപ്പിറപ്പുകൾ കൂടെ ഉള്ളപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ വേണ്ട. വേറെ ആര് കണ്ടുപിടിച്ചില്ലെങ്കിലും കറക്റ്റായിട്ട് ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് കണ്ടേക്കണോണ്ട്, എന്നെപ്പോലെ ശ്രദ്ധിക്കാത്ത കുറേ പേരുള്ളതുകൊണ്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു സോളോ ട്രിപ്പ്. 3 ദിവസം അടുപ്പിച്ച് ലീവ് ഉണ്ട്, അപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉള്ളൊരു വൻ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചതൊന്നും നടന്നില്ല. നമ്മുടെ ഓഫീസുകാർ എന്നെ പറ്റിച്ചു ഗൈസ്. ഇന്ന് എനിക്ക് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് പോകാൻ നടന്നില്ല. ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തി. നാളെ എന്തായാലും ലീവ് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നാളെ കഴിഞ്ഞ് എനിക്ക് മറ്റന്നാൾ തന്നെ തിരിച്ചെത്തണം. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഓഫീസുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രിപ്പായിട്ട് നടക്കില്ല. ഞാനപ്പോൾ മിനിമം ഒരു സ്റ്റേക്കേഷനെങ്കിലും പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ ഇറങ്ങി കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാനും ഒക്കെ അങ്ങനെ കാണാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയി സ്റ്റേക്കേഷനും അതും ഇതൊക്കെ ആയിട്ട് ഫ്രൈഡേ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്തണം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് വന്നു. ഇനി കാര്യങ്ങൾ ബാഗ് പാക്ക് ചെയ്യലും കാര്യങ്ങളെല്ലാം ചെയ്യണം. എവിടേക്കാണ് പോണത് എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും നാളെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് വേണ്ട, അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം എവിടേക്കാണ് എന്നുള്ളത്. ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കും അറിയാം. അപ്പോൾ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്താ എവിടെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ കാണാം. ബൈ. ഹലോ. അപ്പം അങ്ങനെ രാവിലെ എണീറ്റു, പെട്ടെന്ന് റെഡിയായി. ഇനിയിപ്പോൾ ഇത് ഇറങ്ങാൻ പോവാണ്. ഉച്ചയാവാറായി, എന്നാലും കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് ഇറങ്ങി. ഇനി നമുക്ക് സ്ഥലത്ത് പോയിട്ട് ഞാൻ പറഞ്ഞുതരാം എവിടെയാണ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. ഇവിടെ നിന്ന് ഒരു 2 hours ട്രാവൽ ഉണ്ട്. അപ്പോൾ പോണ വഴികളൊക്കെ നല്ലതാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ ഇത് എൻ്റെ അടുത്ത ബസ്സിൽ കയറി. ഇനി ഡെസ്റ്റിനേഷനിലേക്കാണ് നേരെ. ഈ ബസ് ഫുള്ളാണ് കേസ്, അധികം പൊക്കാൻ പറ്റില്ല, ആൾക്കാർ കയറി. ഇവിടെ ആരും ഇതുവരെ വന്നിട്ടില്ല. മുമ്പിൽ തന്നെ സീറ്റ് കിട്ടി. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കൂർ ട്രാവൽ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് കയറി കിടന്നു ഉറങ്ങി. 2 എന്നുള്ളത് 2-2.5 മണിക്കൂറിൻ്റെ അടുത്തെടുത്തു. അങ്ങനെ അവിടെ എത്തി കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോൾ തന്നെ ടാക്സി കിട്ടി. ടാക്സി എടുത്ത് നേരെ അലൈൻ റൊട്ടാന. യെസ്, അങ്ങനെ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്തു. അതേ ചേട്ടൻ എന്നെ റൂമിൽ കൊണ്ടാക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥാണ് നമുക്ക് ഇതൊക്കെ സെറ്റാക്കി തന്നത്. ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ എന്നാലും ഫസ്റ്റ് സോണോ ആയതുകൊണ്ട് തീരെ പരിചയമില്ലാത്ത എവിടെയെങ്കിലും പോയി നിൽക്കണേക്കാട്ടും കുറച്ച് സേഫ് ഇതായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനത്തെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ആ ചേട്ടൻ നമുക്ക് ബാഗൊക്കെ കൊണ്ട് വെച്ച് തന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിങ്ങനെ ഞാൻ റൂം കാണിച്ചു തരാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും. ഇപ്പോൾ ഈ വീഡിയോ ഓൾറെഡി കുറേ നേരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി കാണിച്ചു തരുന്നതാണ്. വലിയ ബാൽക്കണിയും സംഭവങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങും. യെസ്, അങ്ങനെ റാഡീനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കണ്ടുപിടിച്ചു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണോ വേണ്ടയോ എന്നുള്ള പ്ലാനിങ്ങിലാണ്, അതെ ചിന്തയിലാണ്. റാഡിക്ക് വിശക്കുണ്ട്. അങ്ങനെ ഇപ്പോൾ റൂമിലേക്ക് പോകണോ? അതെ, ഫുഡ് കഴിക്കാൻ പോകണോ അതോ തിരിച്ച് റൂമിൽ പോകണോ എന്താന്നൊക്കെ ഉള്ള ചിന്തയിലാണ് ആശാൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പ്ലാനൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് കാണിക്കാം അല്ലേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ രാവിലെ എണീറ്റു. ഡെൻ്റൽ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഇനി ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാന്നൊക്കെയാണ് വേറെ പറഞ്ഞേക്കണേ. അന്ന് കഴിച്ചപ്പോഴും കുഴപ്പമുണ്ടായില്ല, നല്ലതായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും പോയി നോക്കണം. ലേറ്റായി, 9:45 എണീക്കാൻ. 10:30 വരെയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ കൊണ്ടുവന്ന് ഇതെല്ലാം കഴിഞ്ഞ് പോകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, വീണ്ടും വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം.
എന്നിട്ട് ഇന്നിപ്പോൾ ഇവിടെ പാലസ് മ്യൂസിയം ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു അവിടെ അടുത്ത്. അപ്പോൾ അവിടേക്കൊന്ന് പോയി കറങ്ങി തിരിച്ചു പോകും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഇന്നലെ പിന്നെ പൂളിലൊന്നും പോയില്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. പിന്നെ താഴെയൊക്കെ വെറുതെ ഒന്ന് നടന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറെ എന്തോ ഒരു അറബികളുടെ ഒരു ഷോപ്പുണ്ട്. അവിടെ പോയി കബാബൊക്കെ മേടിച്ച് വന്നു, കഴിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നലെ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു. ഇന്നും ഇനി അടുത്ത റെസ്റ്റിൻ്റെ ഭാഗമാണ്. ഇന്നെന്തായാലും പക്ഷെ പോകണം, പാലസിലും മ്യൂസിയത്തിലൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ചൂടിനൊരു ശമനം കിട്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 4 മണി വരെ ഉണ്ട് ടൈം. അപ്പോൾ അത് കഴിഞ്ഞ് പോയി കറങ്ങിയിട്ട് അങ്ങനെ തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു മുട്ടയെന്ന് പറഞ്ഞു ആയില്ല. അപ്പോൾ അങ്ങനെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഏതാന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ. അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ മാതിരി നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഫുള്ളായിട്ട് ഇൻ ഡീറ്റെയിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു കയ്യിൽ പ്ലേറ്റും ഒരു കയ്യിൽ ഫോണും എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കോഫി, ജ്യൂസ്, പിന്നെ ബണ്ണിൻ്റെ കുറേ അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടെയും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ അപ്പുറത്തെ ഇതിലായിട്ട് സ്പേസിൽ മെയിൻ കോഴ്സ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടെ സോസേജ് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇടിയപ്പം ഉണ്ടായിരുന്നു. പിന്നെന്താ ഓംലെറ്റ് ഉണ്ടായിരുന്നു. ഇത് പാൻ കേക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കപ്പോൾ ഫുൾ ഇൻ ഡീറ്റെയിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ആയിട്ടൊരു ഫോട്ടോ ഞാനിവിടെ താഴത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കുറച്ചേരം ഭയങ്കര വെയിലാണ്. പക്ഷെ എന്നാലും കുറച്ചേരം ഒന്നും ഇവിടെ പോകുന്ന വിചാരിക്കും. വയറൊക്കെ ഫുള്ളായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാം ടേസ്റ്റ് ചെയ്ത് വന്നിട്ട് പോയി. എനിക്കൊന്നും വെയിലില്ല തോന്നുന്നു. ഹലോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെറുതെ ഫോണൊക്കെ കുത്തിയിരുന്ന് അങ്ങനെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി. പിന്നെ എണീറ്റപ്പോൾ ലേറ്റായി. ഇപ്പോൾ 4 മണിക്ക് ചെക്കൗട്ട് പറഞ്ഞാണ്. ഇപ്പം 4:30 ആയി. അപ്പം ഇനിയിപ്പോൾ എന്തായാലും വൈകാണ്ട് പോട്ടെ. ഇനി നമ്മൾ നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ പാലസ് മ്യൂസിയം കാണാൻ പോവാണ്. പിന്നെ മീറ്റ് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും പറയണ്ടേ? എന്താ പറയേണ്ടത്? ഹലോ, വെൽക്കം ടു എലൈൻ റൊട്ടാന. ഇപ്പോൾ ഇതാണ് റൂം എടുക്കാൻ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനൊപ്പം മാത്രം എടുക്കണം. നല്ല സ്പെഷ്യൽ പ്രൈസ് തരാം. അങ്ങനെയല്ല, ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്ത് ശരി, അതൊക്കെയാണ്. പിന്നെ എലൈൻ റൊട്ടാനയുടെ ഇതിലാണ്. അതാണ് ലൈക്ക് ദ പേജ്, സബ്സ്ക്രൈബ് ടു ദ പേജ്. എന്താ പേജിന്റെ പേര്? നീ ചെയ്യണല്ലേ? ഒരു സൂപ്പർ ഫാമിലി. അതിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് മാക്സിമം സപ്പോർട്ടും കൊടുക്കുക. വരെ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇപ്പോൾ ചെക്കൗട്ട് ടൈമിങ് ഗാഡി വന്നു, മീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ചെക്കൗട്ട് മൈ ഫ്രണ്ട് എറിക്ക, മൈ ഫ്രണ്ട് അങ്ങനെ നമ്മളിത് ഹോട്ടലിലെത്തി. ഇനിയിപ്പോൾ ഫുഡ് എന്താ പറയേണ്ടതെന്നുള്ളൊരു, ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മാന്, മുയൽ, പിന്നെ എന്താ പറഞ്ഞാൽ ഒട്ടകം. അതാണ് സ്പെഷ്യലി. 3 ഞാൻ കഴിക്കാത്തതുകൊണ്ട് അവർ പിന്നെ മാൻ ഭയങ്കര സൂപ്പറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സംശയത്തിലാണ് എന്ത് പറയണം എന്നുള്ളത്. ഞാൻ വന്നേക്കണത് ബ്ലൂ പ്ലേറ്റ്സ് എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പം എന്ത് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ബിരിയാണി പറഞ്ഞാലും എന്നുള്ളൊരു ആലോചനയിലാണ്. യെസ്, അങ്ങനെ നമുക്ക് ഇന്നത് മാൻ സ്പെഷ്യലാണ് പറഞ്ഞേക്കണത്. മാൻ റോസ്റ്റും പൊറോട്ടയും. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ മ്യൂസിയം പാലസിലെത്തി. പക്ഷേ അറിയില്ല ടൈം ഇത്ര ആയതുകൊണ്ട് കിട്ടുമെന്നുള്ളത്. എന്തായാലും നോക്കട്ടെ. ടിക്കറ്റ് എവിടെയാ?
ടിക്കറ്റ് സ്ട്രൈറ്റ്? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ പോയിട്ട് ഇതേ അലൈൻ പാലസ് മ്യൂസിയം. ഓ മൈ ഗോഡ്, ഭയങ്കര തിരക്കാൻ തോന്നുന്നുണ്ടല്ലോ. നല്ല തിരക്കുണ്ട്, അതിനോടൊപ്പം തന്നെ നല്ല അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ മ്യൂസിയം പാലസിലെത്തി. ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവാം. ഗൈസ്, ആക്ച്വലി ടിക്കറ്റ് വേണ്ടാന്ന് തോന്നുന്നു. നേരെ കയറി ഇവിടെ ഏതോ ഒരു എന്നെ കാണുന്ന ഇതൊക്കെയാണ്, ടിക്കറ്റൊന്നും കാണുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു നേരെ കയറാം. കണ്ടോ, ഇതിലാണ് എൻട്രൻസ്. പിന്നെ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. ഇത് നമ്മുടെ ഷെയ്ഖുമാരൊക്കെ പണ്ട് ഇവിടെ നിന്നായിരുന്നു എന്നാണ് പറയണത്. പണ്ട് ഇവിടെയായിരുന്നു. അപ്പോൾ ഓയിലൊക്കെ ഇതാക്കണതിന് മുമ്പ് ഇവിടെയായിരുന്നു ഇതായിരുന്നു അവരുടെ പാലസ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ആ ഒരു പൈസയും സംഭവങ്ങളും കാര്യങ്ങളും സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അലൈനിലായിരുന്നു ആദ്യം എല്ലാവരും. അത് കഴിഞ്ഞിപ്പോൾ ദുബായിൽ സ്വർഗം ഭൂമിയിലുണ്ടാക്കി ജീവിക്കുന്ന മനുഷ്യരാണ് ഇപ്പോൾ അവർ. ഇനി അപ്പുറത്തേക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇതെന്താ, ഏതൊക്കെയോ കുറേ, നമുക്ക് കൂടുതൽ ചരിത്രവും കാര്യങ്ങളൊന്നും അറിയില്ല. വേറെ ലേറ്റ് ആയിരിക്കും. അങ്ങനെ അങ്ങനെ ഇതിലെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ കുറേ ഷെയ്ഖുമാരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ ഇതേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് മുകളിലേക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് പോയി നോക്കണം. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിൽ പോയിട്ട് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അയ്യോ, ഇവിടെ ഷെയ്ഖ ഫാത്തിമ ആൻഡ് ഹെർ ചിൽഡ്രൻ വാർഡ്, അതാണ് ഇവിടെ മുകളിലുള്ളത്. നമുക്ക് മുകളിൽ പോയിട്ട് അത് കാണാം. അയ്യോ, ചൂടാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ചൂടില്ലായിരുന്നെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഇവിടെ ഇതിലെ കയറിപ്പോയി. ഓ സൂപ്പർ. അയ്യോ, ചൂടെടുത്തിട്ട് രക്ഷയില്ല. ഇവിടെ എന്താ, ഷെയ്ഖ് സയ്യിദ് ആൻഡ് ഹിസ് വൈഫ് ബെഡ്റൂം. ഇതായിരുന്നു അവരുടെ പണ്ടത്തെ ബെഡ്റൂം. ഇതായിരുന്നു ഷെയ്ഖ് സയ്യിദിൻ്റെ പണ്ടത്തെ ബെഡ്റൂം. ഇതിപ്പോൾ അപ്പുറത്ത് കൂടെയുള്ള എൻട്രൻസ്. ഇവിടെന്തോ പ്രത്യേകിച്ചൊന്നുമില്ല. താഴത്തേക്ക് എന്തോ ഇറങ്ങിപ്പോകാനുള്ള, പക്ഷെ അങ്ങോട്ട് എൻട്രൻസ് ഇല്ല. നമുക്ക് അവർ കെട്ടി വെച്ചേക്കാം. ഇവിടെ കുറേ റൂമുകളുണ്ട്, പക്ഷെ എല്ലാം ഈ പറഞ്ഞ മാതിരി ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതിലതേ മുകളിലേക്ക് പോകാനുള്ള സ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ അവർ ഇതിലെ പോകരുത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പിള്ളേരുടെ ബെഡ്റൂം. പിള്ളേരുടെ ബെഡ്റൂം, യെസ്, ഇതാണ് പിള്ളേരുടെ ബെഡ്റൂം. അലമാരിയൊക്കെ ആയിട്ട് കൊള്ളാം. ഓ, ഭയങ്കര
സ്ട്രോങ് കിട്ടും. ഇത്രയും വർഷം പഴക്കമുണ്ടായിട്ടും ഇത് ക്ലോക്ക്, ഇവിടെ ഒരു വിൻഡോ, സൂപ്പർ അടിപൊളി. ഇതാണ് നമ്മുടെ ഷെയ്ക്കിൻ്റെ വണ്ടി, പണ്ടത്തെ. ആൾക്കാരോട് ചോദിക്കാനുള്ള ഒരു മടി കാരണം ഫോട്ടോ എടുത്തില്ല ഗൈസ്. സൂപ്പർ. കൊള്ളാം. ചൂടെടുത്തിട്ട് രക്ഷയില്ല. പോലാം നമുക്ക് ഇത്രേ ഉള്ളൂ. ഇതുപോലെ തണുപ്പ് കാലത്ത് വന്ന് കാണണം, അല്ലെങ്കിൽ വട്ടായി പോകും. ഭയങ്കര ചൂട്. അങ്ങനെ നമ്മുടെ അലൈൻ കറക്കമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതേ ബസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. ബസ് ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 5 മിനിറ്റായി, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ചൂടെടുത്ത് തല പൊട്ടിപ്പൊളിയാ, അത്ര ചൂട്. ദുബായിനെക്കാട്ടും ചൂട് കൂടുതലാണ് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇവിടെ എല്ലാവരും കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 1.5-2 മണിക്കൂർ, ഇങ്ങോട്ട് വന്നപ്പോൾ 2 മണിക്കൂർ എടുത്തു. ആ ഒരു ടൈം എടുക്കുമെന്ന് തോന്നുന്നു. അവിടെ എത്തി എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങണം. നാളെ ഡ്യൂട്ടി ഉണ്ട്, നാളെ വേറെ പരിപാടികളുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷെ എന്തായാലും സോളോ ട്രിപ്പ് അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കറങ്ങാൻ പോവുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മ്യൂസിയം മാത്രം കണ്ടുള്ളൂ, പാലസ് മ്യൂസിയം മാത്രം കണ്ടുള്ളൂ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ മാതിരി അടിപൊളിയായിരുന്നു. എന്താ പറയുക, എല്ലാവരും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്കും ഭയങ്കര മടിയായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ സോളോ പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എനിക്കൊന്നും വേറെ പണിയില്ലേ, വട്ടാണോ എന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സോളോ ട്രിപ്പ് എല്ലാവർക്കും, ആർക്കാണെങ്കിലും നല്ലതാണ്. ആക്ച്വലി നല്ലതായിരുന്നു. ഇതിപ്പോൾ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയി, ഇനി ടൈം കിട്ടുമ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു കാര്യങ്ങൾ. ബസ് എപ്പോഴാണ് വരിക എന്നൊന്ന് പോയി ചോദിക്കണം. സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂട്. വിളിച്ചു എന്തോ പറയുന്നുണ്ട്. ഓക്കെ, ലേഡീസ്. അപ്പോൾ ഓക്കെ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ബസ്സൊക്കെ കയറി നേരെ ദുബായി എത്തി എത്രയും പെട്ടെന്ന് ഫ്രഷായി കിടന്നുറങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലെ വീണ്ടും കുറേ ട്രിപ്പുകൾ പോകാൻ പറ്റട്ടെ, നിങ്ങൾക്കും പോകാൻ പറ്റട്ടെ. അപ്പോൾ ബൈ.